പുനലൂർ സെയിൻറ്റ് അലോഷ്യസ് മൈനർ സെമിനാരിയും കൊല്ലം ആവില പ്രബോധാലയം എന്ന കോളേജ് സെമിനാരിയും സമ്മാനിച്ച 2 സെമിനാരി സുഹൃത്തുക്കൾ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. യൂറോപ്പിലെ വലിയൊരു ദേവാലയത്തിൽ അസിസ്റ്റൻ്റ് വികാരിയായി സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഡോണറ്റ് ആൻ്റണി അച്ഛനും ഖത്തറിൽ ജോലി ചെയ്യുന്ന തോംസൺ തോമസും ഇഷ്ടമുള്ളത് കിട്ടണമെങ്കിൽ ഇഷ്ടം പോലെ കഷ്ടപ്പെടണമെന്ന് എൻ്റെ +2 ഓട്ടോഗ്രാഫിൽ എഴുതിയ ഒരാൾ. ഒരുപക്ഷെ സെമിനാരി കാലത്ത് ഞങ്ങളെ ഒരുപാട് തമാശകൾ പറഞ്ഞ് ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചിട്ടുള്ള ഒരാൾ. എത്ര കഠിനമായ ജോലിയും വളരെ അനായാസമായി ചെയ്തിരുന്ന ഒരാൾ. ജീവിതത്തിൽ യാതൊരു മുഖംമൂടികളുമില്ലാത്ത പച്ചയായ ഒരു യഥാർത്ഥ മനുഷ്യൻ. 21 വർഷമായി ഒരു സഹോദരനെ പോലെ ജീവിതത്തിൽ ഇങ്ങനെ കൂടെ. വാസ്തവത്തിൽ എൻ്റെ ഈ സഹപാഠിയുടെ വളർച്ചയിൽ എനിക്ക് അഭിമാനവും അത്ഭുതവുമാണ് പലപ്പോഴും തോന്നുക. ദൈവം ചില മനുഷ്യരിലൂടെ വലിയ ജീവിത പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കും. കൊല്ലം ആവില പ്രബോധാലയത്തിൽ പരിചയപ്പെട്ട കാലം മുതൽ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സഹോദരനെ പോലെ കൂടെ നിൽക്കുന്ന തോംസൺ തോമസിനെയും എങ്ങനെയാണ് മറക്കാൻ കഴിയുക? സെമിനാരി പഠനം ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുമ്പോൾ, ഡിഗ്രി വേണ്ടെന്ന് വെച്ച് വൈവ എക്സാം അറ്റൻഡ് ചെയ്യാതെ വീട്ടിലിരിക്കുമ്പോൾ രാകേഷുമായി ഈ തോംസൺ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ നിർബന്ധിച്ച് ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് 1 വർഷം നഷ്ടമാകുമായിരുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഗൾഫ് കാണുന്നത് തോംസണും രാകേഷും കാരണമാണ്. ഒന്നു നനയാ കാത്ത മഴയെവിടെ ഒന്നു ചേക്കേറാൻ തേടി വന്ന കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് അനുഭവിക്കുക. കാവൽമാലാകന്മാരെ, ദേവദൂതന്മാരെ സംരക്ഷിക്കും എല്ലാവരും നന്മകളും ദൈവത്തിൽ നിന്ന് ഭവനത്തിലേക്ക് പുറത്തായി വാഹനാളിൽ പുറമെടുക്കും. അപ്പായിരുന്നു ഞങ്ങളുടെ ഗുരു. അതൊക്കെ എങ്ങനെയാ? ജീവിതത്തെ കൂടുതൽ സുന്ദരമാക്കുന്നത് തീർച്ചയായും വിചാരിതമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ സുഹൃത്തുക്കളുമാണ്.